എൻട്രി കൊമേഴ്സിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GSTയുടെ സ്ലാബ് റേറ്റുകളൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത്രയും നാൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്കഷനിലായിരുന്നു. ഇപ്പോൾ കുറച്ചധികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ പൊതുവായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ചില സംശയങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ചില കൺഫ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. തീർച്ചയായിട്ടും ഓൾഡ് സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആളുകൾക്ക് എസ്പെഷ്യലി ബിസിനസ്സിന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം ഓൾഡ് സ്റ്റോക്ക്, അതായത് സെപ്റ്റംബർ 22 മുൻപുള്ള ഓൾഡ് സ്റ്റോക്കുകളിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പാക്കേജിലുള്ള പഴയ MRP അതിനോട് കൂടെ പുതിയ MRP റേറ്റ് കൂടെ കാണിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നത് ഒന്നുകിൽ സ്റ്റാമ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിങ്ങോ അങ്ങനെയുള്ള മെത്തേഡ്സ് വഴി പുതിയ MRP എത്രയാണെന്നുള്ളത് പാക്കേജസിൽ കാണിക്കാൻ പറ്റും. അതേസമയം നമുക്ക് പഴയ MRP വിസിബിൾ ആയിരിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന ബെനിഫിറ്റ് കൺസ്യൂമേഴ്സിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുക. സോ ഓൾഡ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്നത് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്കറിയാം സെപ്റ്റംബർ 22 ശേഷമാണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുതുക്കിയ GST റേറ്റ് പ്രകാരം തന്നെയാണ് ഇൻവോയ്സുകൾ ജനറേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ മറ്റൊരു കേസ് ഉള്ളത്, സെപ്റ്റംബർ 22 മുൻപ് എന്തെങ്കിലും പേയ്മെൻറ്റുകൾ കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഴയ GST റേറ്റ് പ്രകാരമായിരിക്കും ആ ട്രാൻസാക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അവിടെ ഈ പറയുന്ന GSTയുടെ പുതിയ മാറ്റങ്ങളൊന്നും ബാധകമാകുന്നില്ല. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു ഡിഫറൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. തീർച്ചയായിട്ടും സെപ്റ്റംബർ 22 മുൻപുള്ള സാധനങ്ങൾക്ക് സാധാരണ ചെയ്യുന്നത് പോലെ കച്ചവടക്കാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ അവർ വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഓൾഡ് സ്റ്റോക്കിന് ഒബ്വിയസ്ലി അവർ ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ കളക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരം ടാക്സുകൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് വഴി നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. സെപ്റ്റംബർ 22 ശേഷമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് GSTയിലുള്ള മാറ്റങ്ങൾ വന്ന ശേഷം എങ്ങനെയാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുക ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവടക്കാർക്ക് ഇപ്പോൾ നിലവിലുണ്ടാകാൻ ചാൻസസ് ഉള്ള ഡൗട്ട്സ് എന്ന് പറയുന്നത്. അടുത്തൊരു സെക്ഷനാണ് കൺസ്യൂമേഴ്സിന് എന്തൊക്കെയാണ് ഈ പറയുന്ന GSTയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള കൺഫ്യൂഷൻസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ GSTയിലുള്ള ഈ മാറ്റം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ റേറ്റും പുതിയ റേറ്റും നമുക്ക് അറിയണം. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് ID ഒഫീഷ്യൽ ഇൻഫർമേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പഴയ റേറ്റുകൾ നമുക്ക് അറിയാനായിട്ട് bit.ly/old GST list എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് GST റേറ്റുകൾ കാണാൻ പറ്റും. ഇനി അത് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയ ലിസ്റ്റ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് bit.ly/GST new list എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ പ്രൊഡക്റ്റുകളുടെ തന്നെ പുതിയ റേറ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നേരിടാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പഴയ MRPയിൽ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റോ സർവീസസോ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാഷണൽ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഇതാണ് 1800114000. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CBICയുടെ GST ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ് 180012000232. അപ്പോൾ ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അൺഫെയർ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്, അഡ്വാൻസ് ആയിട്ടൊക്കെ പ്രീമിയം കൊടുക്കാറുണ്ട് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ, അല്ലെങ്കിൽ ഇപ്പോൾ LIC ആണെന്നുണ്ടെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുൻകൂട്ടി അടച്ച പ്രീമിയം ആണെങ്കിൽ, അതായത് സെപ്റ്റംബർ 22 മുൻപാണ് പ്രീമിയം അടച്ചിരിക്കുന്നതെങ്കിൽ അതിൽ പഴയ രീതിയിലുള്ള GST റേറ്റുകൾ ബാധകമാകുന്നുണ്ട്. സെപ്റ്റംബർ 22 ശേഷമുള്ള പേയ്മെൻറ്റുകളിൽ മാത്രമാണ് ഈ പറയുന്ന GST എന്ന് പറയുന്ന ഘടകം ഇല്ലാതാകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും അതോടുകൂടി ഒഫീഷ്യലി ക്ലാരിഫൈ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റേസ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് എൻട്രി കൊമേഴ്സിൻ്റെ ചാനലിൽ വീണ്ടും കാണാം. താങ്ക്